ശ്രീ സർവേശ്വര നമ ഭൈരവി. നമസ്കാരം. കാലങ്ങളായി മരുന്നുകൾ കഴിച്ചും മാറാതിരിക്കുന്ന രോഗങ്ങളെ ഈശ്വര ചൈതന്യത്താൽ പൂർണ്ണമായും ഇല്ലാതാക്കി കൊടുക്കുവാൻ കഴിയുന്ന ത്രിനേത്ര സങ്കല്പ ധ്യാന വൈദ്യത്തിലേക്ക് സ്വാഗതം. ഓം നമ ശിവായ. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ ത്രിനേത്ര സങ്കല്പ ധ്യാന വൈദ്യർ മണിയോഗിയാണ്. ഇതിനു മുമ്പ് 2 വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർ കാണണം. എന്നാൽ മാത്രമേ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. പാർട്ട് 1-ൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് എനിക്കുള്ളിൽ എങ്ങനെ ഈശ്വര ചൈതന്യം ഉണ്ടായി എന്നതിൻ്റെ അനുഭവങ്ങളും, പാർട്ട് 2-ൽ പറഞ്ഞിരിക്കുന്നത് 2019 മുതൽ വൈദ്യം തുടങ്ങിയ കാര്യങ്ങളും പ്രകൃതി ശക്തി വൈദ്യശാല ആരംഭിച്ചതിനെ കുറിച്ചിട്ടുള്ള അനുഭവങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ത്രിനേത്ര സങ്കല്പ ധ്യാന വൈദ്യം തുടങ്ങുന്ന ദിവസം മുതൽ തീരുന്ന ദിവസം വരെ രോഗമുള്ളവർ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും, ത്രിനേത്ര സങ്കല്പ ധ്യാന വൈദ്യം 2 വിധത്തിലാണ് ചെയ്തു വരുന്നത്, അതിനെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, രോഗമുള്ളവർ എൻ്റെ അടുത്ത് വൈദ്യം ചെയ്യാൻ തുടങ്ങുന്ന ദിവസം മുതൽ തീരുന്ന ദിവസം വരെ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആദ്യം പറയാം. മത്സ്യം, മാംസം, മദ്യം ഉപയോഗിക്കാതിരിക്കുക. തണുപ്പിച്ച പാനീയങ്ങളും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ആഹാര പദാർത്ഥങ്ങളും രോഗം മാറുന്നതുവരെ കഴിക്കാതിരിക്കുക. അതുപോലെ രോഗം എത്ര ആഴ്ചകൾ കൊണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയും എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നുവോ, ആ ആഴ്ചകൾ വരെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം എന്നെ വിളിച്ച് രോഗത്തിന്റെ മാറ്റത്തെക്കുറിച്ച് അറിയിക്കേണ്ടത് നിർബന്ധമാണ്. ഇനി പറയാനുള്ളത്, എൻ്റെ പ്രകൃതി ശക്തി വൈദ്യശാലയിലേക്ക് ആഴ്ചയിൽ ഒരു ദിവസം നേരിൽ വരുന്നവർ രോഗങ്ങളുടെ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞ് വൈദ്യം സ്വീകരിച്ച് പോകാവുന്നതാണ്. തലവേദന, തൈറോയിഡ്, മാനസിക രോഗം, കാൽമുട്ട് വേദന, കാൽപാദത്തിലുണ്ടാവുന്ന രോഗങ്ങൾ, തൊലിപ്പുറത്തുണ്ടാവുന്ന രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, ഷുഗർ, HIV, മാറാത്ത പുണ്ണ്, ഏത് രോഗമായാലും അതിന് നിങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. ആ മരുന്ന് കഴിക്കുന്നത് നമ്മൾ ത്രിനേത്ര സങ്കല്പ ധ്യാന വൈദ്യം, അതായത് ഈശ്വര ചൈതന്യത്താൽ ചെയ്യുന്ന വൈദ്യമായതുകൊണ്ട് വൈദ്യം തുടങ്ങുന്ന ദിവസം മുതൽ ഘട്ടം ഘട്ടമായി മരുന്നിന്റെ ഉപയോഗം കുറയ്ക്കാൻ കഴിയുന്നതാണ്. കാരണം മരുന്നിന്റെ ആവശ്യം വരുന്നതല്ല. അതുകൊണ്ട് ഘട്ടം ഘട്ടമായി കുറയ്ക്കുകയും ത്രിനേത്ര സങ്കല്പ ധ്യാന വൈദ്യം നിർത്തുമ്പോൾ പൂർണ്ണമായും മരുന്ന് ഇല്ലാതാക്കുകയും ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങളോട് പറയാനുള്ളത്, വൈദ്യം 2 വിധത്തിലാണ് ചെയ്തു വരുന്നത് എന്ന് പറഞ്ഞിരുന്നു. അത് എങ്ങനെയാണെന്ന് പറയാം. അതായത്, നേരിൽ വരാൻ കഴിയുന്നവർ ആഴ്ചയിൽ ഒരു ദിവസം എൻ്റെ പ്രകൃതി ശക്തി വൈദ്യശാലയിലേക്ക് വരികയും ഓരോ രോഗത്തിനനുസരിച്ച് ഇത്ര ആഴ്ചകൾ വരണം എന്ന ഒരു കണക്ക് ഞാൻ പറയും. അത്ര ആഴ്ചകൾ, അതായത് 3 ആഴ്ച, 5 ആഴ്ച, 7 ആഴ്ച, 9 ആഴ്ച, 11 ആഴ്ച, 15 ആഴ്ച എന്ന കണക്കുണ്ട്. കൂടിപ്പോയാൽ 18 ആഴ്ച. അതിൽ കൂടുതലുള്ളൊരു രോഗം, എത്ര വലിയ രോഗമാണെങ്കിലും ഈ 18 ആഴ്ചകൾക്കുള്ളിൽ ഇല്ലാതാക്കാൻ കഴിയുന്ന രോഗങ്ങളേ ഉള്ളൂ. അത്ര ആഴ്ച വരേണ്ടതായി വരും. വന്ന് രോഗം, അതായത് ഓരോ ആഴ്ചയും വരുമ്പോൾ രോഗങ്ങളുടെ മാറ്റങ്ങളെ എന്നെ അറിയിച്ച് വൈദ്യം സ്വീകരിച്ച് പോയാൽ മതിയാവുന്നതാണ്. രണ്ടാമത്തെ വൈദ്യരീതി, രോഗമുള്ളവർ വിദേശത്താണ് അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഒരുപാട് അകലെയാണ്, ആഴ്ചയിൽ ഒരു ദിവസം വരാൻ കഴിയില്ല എങ്കിൽ രോഗമുള്ളവരുടെ ഫോട്ടോയും പേരും രോഗവിവരങ്ങളും വാട്സപ്പിലും ഫോണിലൂടെയും അറിയിക്കുക. അതുമാത്രം ചെയ്താൽ മതിയാവുന്നതാണ്. ആ ദിവസം മുതൽ രോഗിയെ സങ്കൽപ്പിച്ച് വൈദ്യം തുടങ്ങുന്നതാണ്. രോഗമുള്ളവരോ കൂടെയുള്ളവരോ ആഴ്ചയിൽ ഒരു ദിവസം എന്നെ വിളിച്ച് രോഗത്തിന്റെ മാറ്റത്തെക്കുറിച്ച് അറിയിക്കണം. നേരിൽ വരുന്നവർക്കായാലും വിദേശത്തുള്ളവർക്കായാലും
വൈദ്യം തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ തന്നെ രോഗത്തിന് മാറ്റം കണ്ടു തുടങ്ങും. നിങ്ങൾക്ക് അത് അനുഭവിച്ച് അറിയുവാനും കഴിയും. ഞാൻ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങൾക്കുള്ളിൽ രോഗങ്ങൾ പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്യും. നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ ഓരോ രോഗങ്ങൾ എത്ര ദിവസങ്ങൾ കൊണ്ട് മാറ്റാൻ കഴിയും എന്നതിനെക്കുറിച്ച് വ്യക്തമായി പറയാം. ഓം നമഃ ശിവായ.